ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ മത്സരം അപരാജിത കുതിപ്പിന് ശേഷം കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ടതിനാൽ ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിന് നിർണായകമാണ്. വൈകിട്ട് 7:30 ഗോവയിലാണ് മത്സരം. വിവരങ്ങളുമായി ആതിര ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. ആതിര, കഴിഞ്ഞ മത്സരം ബ്ലാസ്റ്റേഴ്സ് 8 മത്സരങ്ങൾ വിജയിച്ചതിന് ശേഷം കഴിഞ്ഞ മത്സരം മുംബൈയോട് അടിയറവ് പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇന്നത്തെ മത്സരം ഏറെ നിർണായകമായി തന്നെയാണ് ടീം കാണുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗീസ് ആദ്യത്തെ മത്സരത്തിലെ വിജയത്തിന് ശേഷം പിന്നീട് 3 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു അപരാജിത കുതിപ്പ് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സീസണിൽ പിന്നീട് മികച്ച പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഓരോ മത്സരത്തിലും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അവസാന മത്സരത്തിൽ മുംബൈക്കെതിരെ 4 ഗോളുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. 22 മിനിറ്റിൽ 4 ഗോളുകൾ വഴങ്ങിയുള്ളൊരു പരാജയമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം, ഇന്ന് ഗോവയ്ക്കെതിരെ നടക്കുന്ന മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ആ ഒരു വിജയവഴിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. മാത്രമല്ല ISLൻ്റെ സീസണുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് എന്നും പരാജയപ്പെടുത്താൻ പ്രയാസമുള്ളൊരു ടീം തന്നെയായിരുന്നു ഗോവ എന്ന് പറയുന്നത്. എന്നാൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ചിൽ ഗോവയെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ ഗോവയ്ക്കെതിരെ ഒരു വിജയം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിജയം ആവർത്തിക്കാനായിരിക്കും ഇന്നും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് എവേ മാച്ചാണ്. ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം നടക്കുക. മാത്രമല്ല ഇന്നത്തെ മത്സരത്തിൽ പ്രതിരോധ നിരതാരം ലെസ്കോവിച്ച് കളിക്കില്ല. പകരം വിക്ടർ മോൺഗിലായിരിക്കും എത്താൻ സാധ്യത. അതുകൊണ്ട് ലെസ്കോവിച്ചിൻ്റെ ഒരു അസാന്നിധ്യം അല്ലെങ്കിൽ അഭാവം ടീമിന് ഒരു ക്ഷീണമാണെന്ന് തന്നെ പറയാം. അതേ പ്രതിരോധ നിരയിലെ ആ ഒരു പ്രതിരോധ നിരയുടെ താളം നിലനിർത്തുന്നതിൽ ലെസ്കോവിച്ചിന് നിർണായക പങ്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം ടീമിന് എത്രത്തോളം ചെറിയൊരു രീതിയിൽ തിരിച്ചടിയായിരിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇന്നത്തെ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ ഒരു വിജയം നേടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുമെന്നതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 13 മത്സരങ്ങളിൽ 8 വിജയവും 1 സമനിലയും അതുപോലെ തന്നെ 4 പരാജയവുമായിട്ട് ഇപ്പോൾ മുംബൈക്കും ഹൈദരാബാദിനും പിന്നിൽ 3-ാം സ്ഥാനത്തായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. 25 പോയിൻ്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു മത്സരം ജയിക്കുകയാണെങ്കിൽ ആ 3-ാം സ്ഥാനം ഉറപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിനാവും. മാത്രമല്ല ഇന്ന് 7:30 ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. അതേസമയം ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ഒരു പരാജയത്തിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും ഗോവ ഇന്ന് അവരുടെ തട്ടകത്തിൽ ഇറങ്ങുന്നത്. ഗീസ്, അതോടൊപ്പം തന്നെ ഈ 6-ാം സ്ഥാനക്കാരായ ഗോവയ്ക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ ഒരു സേഫ് സോണിലേക്ക് എത്തുവാനായിട്ട് ജയം അനിവാര്യമാണ്. കേരളത്തെ പോലെ തന്നെ ഗോവയ്ക്കും നിർണായകമായ മത്സരത്തിൽ കേരളത്തിനെതിരെ എന്തൊക്കെ വെല്ലുവിളികളായിരിക്കും ഗോവൻ നിര തയ്യാറാക്കിയിട്ടുള്ളത്? ഗീസ്, പോയിന്റ് പട്ടികയിൽ നിലവിൽ 6-ാം സ്ഥാനത്താണ് ഗോവ നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ മത്സരങ്ങളിൽ ഒരു പരാജയത്തിനു ശേഷം കൂടുതൽ മികച്ച രീതിയിൽ മുന്നേറിയ ഒരു ടീമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. മുന്നേറ്റ നിരയിലും മധ്യനിരയിലെയും കളിക്കാർ മികച്ച രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. നല്ല അവസരങ്ങൾ മുതലാക്കി ഗോളുകൾ നേടുന്നു. ഇത്തരത്തിൽ മാത്രമല്ല പ്രതിരോധ നിരയിലും കൂടുതൽ കെട്ടുറപ്പുള്ളൊരു ടീമായി ബ്ലാസ്റ്റേഴ്സ് മാറിയിട്ടുണ്ട്. എന്നാൽ അവസാന മത്സരത്തിൽ മുംബൈക്കെതിരെ നടന്ന മത്സരത്തിൽ ഈ മികവുകളെല്ലാം താളം തെറ്റുന്ന അല്ലെങ്കിൽ മികവ് ആവർത്തിക്കാൻ സാധിക്കാത്തൊരു ബ്ലാസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പിഴവുകൾ തിരുത്തിക്കൊണ്ട് ആ ഒരു മുൻ മത്സരങ്ങളിലെ ഒരു മികവ് തുടരാനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. അതുകൊണ്ട് തന്നെ ആ ഒരു മികവ് ബ്ലാസ്റ്റേഴ്സ് ആവർത്തിക്കുകയാണെങ്കിൽ ഗോവ നേരിടുന്ന വെല്ലുവിളിയും അതുതന്നെയായിരിക്കും. പ്രതിരോധത്തെ മറികടക്കുക എന്നതും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തെ പിടിച്ചുകെട്ടുക എന്നതും ഗോവയ്ക്ക് വെല്ലുവിളിയായിരിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദിമിത്രിയോസ് സമന്റിക്കോസിൻ്റെയും അതുപോലെ തന്നെ ഇവാൻ കല്യൂഷ്നിയുടെയും ലൂണയും എല്ലാം മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ലൂണ ഏത് പൊസിഷനിൽ വെച്ചാലും മികച്ച രീതിയിലൊരു പ്രകടനം പുറത്തെടുക്കാൻ ലൂണയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഹലും രാഹുലും ഉൾപ്പെടെയുള്ള മുന്നേറ്റ മധ്യനിരകളെ പിടിച്ചുകെട്ടുക എന്നതും ഗോവയ്ക്ക് വെല്ലുവിളിയായിരിക്കും. ഗീസ്, വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുകയാണ്. കഴിഞ്ഞ മത്സരം
മുംബൈയോട് പരാജയപ്പെട്ടതിന്റെ ക്ഷീണം മാറ്റുവാനായിട്ട് ഇന്നിറങ്ങുമ്പോൾ FC ഗോവയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. വൈകിട്ട് 7:30 ഗോവയിലാണ് മത്സരം. ആതിര ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.